എല്ലാവർക്കും നമസ്കാരം. ഇന്നറിയാൻ ന്യൂസ് കേരള ധന്യ നവരാത്രി എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ വിവാഹ സംസ്കാരത്തെ പറ്റി ചിന്തിച്ചു. വളരെ ശ്രേഷ്ഠമായ ചില ആചാരങ്ങൾ വിവാഹത്തിലുണ്ട്. നമുക്കറിയാം, മോതിരം കൈമാറുന്നു, പുടവ കൊടുക്കുന്നു, സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നു. ഇതൊക്കെ വളരെ പ്രതീകാത്മകമായ തത്വം അടങ്ങിയിട്ടുണ്ട്. പുരുഷൻ ബ്രഹ്മവും സ്ത്രീ മായയുമാണ്. പുരുഷന്റെ ശരീരത്തിൽ ഇടതുഭാഗത്താണ് സ്ത്രീ സാന്നിധ്യം. സ്ത്രീയുടെ ശരീരത്തിൽ വലതുഭാഗത്ത് പുരുഷനും സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. മോതിരം മാറ്റൽ ചടങ്ങിൽ സ്ത്രീയുടെ ഇടത് കൈയിലെ മോതിരവിരലിൽ പുരുഷനും പുരുഷന്റെ വലത് കൈയിലെ മോതിരവിരലിൽ സ്ത്രീയും വിവാഹമോതിരമണിയണം. ഈ ബ്രഹ്മം അപൂർണമാണ്. അപൂർണമായ ബ്രഹ്മത്തിൽ മായ ചേർത്ത് വേണം അതിനെ പൂർണ്ണമാക്കാൻ. അങ്ങനെ പൂർണ്ണമാക്കുന്ന ഒരു വലയം സൃഷ്ടിക്കലാണ് സ്വർണം കൊണ്ടുള്ള ഒരു മോതിര വലയം. വലത് കൈയിലെ മോതിരവും സ്ത്രീയുടെ ഇടത് കൈയിലെ മോതിരവും ചേർന്ന് ഒരു ബ്രഹ്മൈക്യം, അതായത് ഒരു ആധ്യാത്മികമായ കൂടിച്ചേരൽ കൂടി ഈ വിവാഹമോതിര കൈമാറ്റത്തിലുണ്ട്. പുടവ കൊടുക്കുന്നത് അതുപോലെ തന്നെ ശ്രേഷ്ഠമാണ്. പുടവ ഒരു വസ്ത്രമാണ്. ഈ വസ്ത്രം ധർമ്മം എന്ന് പറയാൻ ഏതാണ്ട് 5 കർമ്മങ്ങൾ നാം ധരിക്കുന്ന വസ്ത്രത്തിലടങ്ങിയിട്ടുണ്ട്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു, നാണം മറക്കാൻ സഹായിക്കുന്നു, വ്യക്തിത്വം, അതായത് ഒരാളുടെ വസ്ത്രം ധാരണം നോക്കിയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ സൗന്ദര്യവും. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഈ 5 കാര്യങ്ങളാണ് വസ്ത്രധർമ്മം. കാലാവസ്ഥയിൽ നിരക്ഷിക്കുന്നു, വ്യക്തിത്വം ഉണ്ടാക്കുന്നു, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു, നാണം മറക്കുന്നു. ഇത് വിവാഹ വേദിയിൽ വെച്ച് വരൻ കൊടുക്കുമ്പോൾ ഈ വധുവിനോട് പറയാണ്, 5 കാര്യങ്ങളും ഇനി ഞാൻ നിന്നിൽ നിർവഹിച്ചു കൊള്ളാം. അതായത് അതിനെ മന്ത്രകോടി എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയകാലത്തൊക്കെ സ്ത്രീകൾ ആ വിവാഹ വേദിയിൽ നിന്ന് കിട്ടിയ മന്ത്രകോടി നിധി പോലെ കാത്തു സൂക്ഷിക്കും. അതോടൊപ്പം തന്നെ മാലയിട്ട് കഴിഞ്ഞാൽ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തും. നമുക്കറിയാം, സ്ത്രീയുടെ നെടിലത്തിലെ ഈ ഒരു മുടി വകഞ്ഞു മാറ്റിയ ഒരു ഇടമുണ്ട്. അത് ബ്രഹ്മത്തിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് ആധ്യാത്മികത പറയുക. ആ വഴി ഒരു ചുവന്ന പൊട്ടുകൊണ്ട് പുരുഷൻ തടയുകയാണ്. ചുവന്ന പൊട്ട് സൃഷ്ടിയുടെ ഒരു പ്രതീകമാണ്. അതുകൊണ്ടാണ് ദേവിയുടെ അർച്ചനയ്ക്ക് കുങ്കുമാർച്ചന നടത്തുന്നത്. സൃഷ്ടിക്ക് വേണ്ടി ചുവപ്പ് രക്തവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ ചുവന്ന പൊട്ട് പുരുഷൻ അവിടെ അണിയിച്ചു കഴിഞ്ഞാൽ അവൾ ആധ്യാത്മികമായ അനന്തതയിലേക്കുള്ള യാത്രയിൽ നിന്ന് ഭൗതികമായ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മടങ്ങി വരും. അതാണ് സീമന്ത രേഖയിലെ സിന്ദൂരം ചാർത്തുക എന്ന അതിപവിത്രമായ ചടങ്ങ്. ഈ 2 കാര്യങ്ങൾ, താലി ചാർത്തിയതും സിന്ദൂരം ചാർത്തിയതും, ഭർത്താവ് മരിച്ചാൽ ഒഴിവാക്കും. താലി അഴിച്ചുകളയും. അതായത് ബ്രഹ്മബന്ധനം, ആ ബന്ധനം ആണ് താലി. ഭൗതിക ബന്ധനം അഴിച്ചുമാറ്റി സീമന്തത്തിലേക്ക് പോകാനുള്ള ആ വഴിയിലെ തടസ്സവും മാറ്റി ഇനി അവൾക്ക് ഈശ്വരനിലേക്ക് പോകാം. ഇങ്ങനെ നമ്മുടെ സംസ്കാര ക്രിയകളൊക്കെ വളരെ പ്രതീകാത്മകമായിട്ട് വളരെ തത്വം ചിന്താപരമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ആചാരങ്ങളൊക്കെ വിവാഹത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തത്. സീതാ കല്യാണം, പാർവതീ പരിണയം, ലക്ഷ്മി നാരായണ വിവാഹം. ഇപ്പൊ പാലാഴിയിലാണ് പൂമങ്ക ഉണ്ടായത്, ലക്ഷ്മി ഉണ്ടായത്. പാലാഴി പൂമങ്ക. പാലാഴിയിൽ നിന്ന് പല വസ്തുക്കളും ഉയർന്നു വന്നപ്പോൾ ലക്ഷ്മി ദേവി ഉണ്ടായി. ഭൂലോകത്ത് അതുവരെ ഉണ്ടാകാത്ത അതിമനോഹരമായ സൗന്ദര്യ രാജ്ഞി തന്നെയായിരുന്നു മഹാലക്ഷ്മി. ലക്ഷ്മിക്ക് കരയിലേക്ക് വന്നു, ദേവന്മാര് വന്നു, ദേവതമാര് വന്നു, അപ്സരസ്സുകളും നേരത്തെ പറഞ്ഞ കിന്നരന്മാരും ഗന്ധർവന്മാരും എല്ലാവരും വന്നു. ദുന്ദുഭീതാളങ്ങൾ ഉണ്ടായി. ലക്ഷ്മിയുടെ വിവാഹം വേണം. ആര് വിവാഹം കഴിക്കണം? യോഗ്യനായ പുരുഷനായിരിക്കണമല്ലോ. ലക്ഷ്മി ദേവി കുബേരനെയും സൂര്യനെയും ചന്ദ്രനെയും അങ്ങനെ പലരെയും നോക്കി. അവർക്കൊന്നും വേണ്ട യോഗ്യത കണ്ടില്ല. അവസാനമാണ് മഹാവിഷ്ണുവിന്റെ നാരായണന്റെ അടുത്തെത്തിയിട്ട്
ലക്ഷ്മി നാരായണ വിവാഹം നടക്കുന്നത്. അപ്പൊ ആ വിവാഹത്തിന്റെ ശ്രേഷ്ഠത, പരിപാവനത ഭാരതം അന്ന് മുതലേ കാത്ത് സൂക്ഷിച്ചിരുന്നു. ഗളേ രേഖാസ്ഥിതേ എന്ന്, ഗളേരേഖ, ഈ കഴുത്തിലുണ്ടായ 3 ഞൊറികളെ പറ്റി സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ വിവാഹത്തെ പരിപാവനമാക്കി കാണുക. ശിവകാമേശ്വരാംഗസ്ഥ, 53-ാമത്തെ മന്ത്രത്തിൽ ശിവകാമസ്ഥം. ഈ കാലത്ത് ലളിതാ സഹസ്രനാമം വായിക്കുന്നത് ശ്രേഷ്ഠമാണ്. ലളിതാ സഹസ്രനാമം ഹയഗ്രീവൻ അഗസ്ത്യ ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. വിഷ്ണുവിന്റെ ഹയഗ്രീവ സങ്കല്പം താന്ത്രികമായിട്ട് ഏറ്റവും ഉന്നതമായ തലത്തിലുള്ളതാണ്. ഹയഗ്രീവൻ, ഗ്രീവം കഴുത്ത്, ഹയം കുതിര. കുതിരയുടെ ശിരസ്സുമായിട്ടാണ് ഭഗവാൻ വിഷ്ണു അഗസ്ത്യ ഋഷിക്ക് ലളിതാ സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നത്. ഈ ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ളതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഏതാണ്ട് 183 ശ്ലോകങ്ങളിൽ ദേവിയുടെ 1000 നാമങ്ങൾ, 1000 നാമങ്ങളാൽ ദേവിയെ പ്രകീർത്തിക്കുന്നത് നവരാത്രി കാലത്ത് പാരായണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. നവരാത്രി കാലത്തെ ത്രിപുരസുന്ദരി രഹസ്യം വായിക്കാം, ഗായത്രി ചൊല്ലാം, ദേവി മഹാത്മ്യം ചൊല്ലാം, അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമവും ചൊല്ലാം. അപ്പോഴേക്കും നമ്മുടെ വീടിന്റെ എല്ലാ പാപങ്ങളും പോകും, വീട് ശ്രേഷ്ഠമാകും. വീട്ടിൽ ഈ പരിദേവതമാരെല്ലാം വന്ന് നമ്മെ പരിരക്ഷിക്കും എന്നാണ് പറയുക. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. നമസ്തേ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.